പരാധീനതകൾക്ക് നടുവിൽ ഇടുക്കി മെഡിക്കൽ കോളേജ്. മലയോര മേഖലയുടെ ആശ്രയമായ മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞ് നീങ്ങുകയാണ്. 11 kV സബ്സ്റ്റേഷൻ സ്ഥാപിക്കും എന്ന വാഗ്ദാനവും പാഴായി. രോഗികളെ മറ്റ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നതും തുടർക്കഥയാണ്. അനാസ്ഥയിൽ പ്രതിഷേധിച്ച് BJP നോർത്ത് ജില്ലാ കമ്മിറ്റി ഇന്ന് മാർച്ച് നടത്തും. വിശദാംശങ്ങളാൽ സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, വിവരങ്ങൾ. ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ച് അത് ഇതിനു വേണ്ടി, അതായത് ഗുരുതര രോഗികളെ റെഫർ ചെയ്യുന്നതിന് മാത്രമുള്ള ഒരു ആശുപത്രിയായി ഇടുക്കി മെഡിക്കൽ കോളേജ് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 10 വർഷം മുമ്പാണ് ഈ ഒരു ആശുപത്രിയിലെ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആരംഭിക്കുന്നത്. ഇതിനുശേഷം 10 വർഷത്തിന് ഇപ്പുറത്തോട്ട് മാറുമ്പോഴും ആ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ശൈശവദശയിൽ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ആശുപത്രിയുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ നടപ്പാക്കിയിട്ടില്ല എന്ന കാര്യം ചർച്ച ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ഈ ആശുപത്രിയുടെ മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളെല്ലാം തന്നെ മുരടിച്ചു കിടക്കുന്നതിന്റെ ആ ഒരു സാഹചര്യം നമ്മൾ നിലവിൽ ചർച്ച ചെയ്യുന്നത്. നിലവിൽ കിറ്റ്കോയാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നടത്തുന്നത്. ഈ 6 ഓപ്പറേഷൻ തിയേറ്ററുകൾ ഒരു കോംപ്ലക്സ് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയുമാണ്. പക്ഷേ ഇതുവരെ അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ പഴയ ഒരു കെട്ടിടത്തിന്റെ ഒരൊറ്റ ഓപ്പറേഷൻ തിയേറ്ററാണ് നിലവിലുള്ളത്. ആ ഒരു പഴയ കെട്ടിടത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ ഒരു വൈദ്യുതിയുടെ അഭാവം പലപ്പോഴും ഈ ഓപ്പറേഷനുകൾ മാറ്റിവെക്കുന്നതിനൊക്കെ കാരണമാകുന്നുണ്ട്. ഈ ആശുപത്രിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 11 kV സബ്സ്റ്റേഷൻ ഈ ആശുപത്രിയോട് ചേർന്ന് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഉപകരണങ്ങളെല്ലാം തന്നെ എത്തിക്കുകയും ചെയ്തു. ഏകദേശം കാലപ്പഴക്കത്തെ തുടർന്ന് ഇവയെല്ലാം നശിച്ച അവസ്ഥയിലാണ്. നിലവിൽ ട്രാൻസ്ഫോമറുകളെല്ലാം തന്നെ ഈ കാലപ്പഴക്കത്തെ തുടർന്ന് അറ്റകുറ്റപ്പണികൾക്കായി തിരിച്ചു കൊണ്ടുപോയിരിക്കുന്നു. ഈ ഒരു അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി മാത്രം 8 കോടി രൂപ അധികം വേണമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ റോഡിനായി 22 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് കിറ്റ്കോ നൽകിയിരുന്നു. പക്ഷേ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഒരു മലഞ്ചെരിവിലാണ് ഈ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. ഈ രോഗികളായിട്ടുള്ള ആളുകൾ ഈ ഒരു ദുർഘടമായ പാത പിന്നിട്ട് വേണം ഈ ആശുപത്രിയിൽ എത്താനും ഡോക്ടർമാരെ കാണാനും എല്ലാം വേണ്ടത്. പക്ഷേ ഈ ഒരു റോഡ് നിർമ്മിക്കാൻ പോലുമുള്ള ഒരു നടപടി ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി തവണ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അധികൃതരുടെയും അതുപോലെ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിന്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഈ പ്രഖ്യാപനങ്ങൾ നടത്തി പോകുന്നതല്ലാതെ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കാണേണ്ടത്. എന്തായാലും ഈ ആരോഗ്യ വകുപ്പിന്റെ ഘടകാസ്ഥിതിയും അതുപോലെ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിനെ പൂർണ്ണമായി അവഗണിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് BJP നോർത്ത് ജില്ലാ കമ്മിറ്റി ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. ശരി സുബിൻ, പരാധീനതകൾക്ക് നടുവിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് മലയോര മേഖലയുടെ ആശ്രയമായ മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞ് നീങ്ങുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ്.